സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് എറണാകുളം RTO ഉദ്യോഗസ്ഥൻ കൈക്കൂലിയുമായി പിടിയിലായ വാർത്തയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് TM ജേഴ്സൺ എന്ന ഉദ്യോഗസ്ഥനെയും രണ്ട് ഏജന്റുമാരെയും വിജിലൻസ് കൈക്കൂലിയുമായി കയ്യോടെ പൊക്കിയത്. ഈ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലെ പരിശോധനയിൽ മദ്യവും പണവും പിടിച്ചെടുത്തു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു മിനി ബാർ ഉണ്ടെന്നാണ് പരിശോധനയിൽ വ്യക്തമായത്. RTO ഉദ്യോഗസ്ഥൻ TM ജേഴ്സന്റെ കൊച്ചിയിലെ വീട്ടിലെ വിജിലൻസ് പരിശോധന പൂർത്തിയായി. ജേഴ്സൺ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇയാളെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യും. വീട്ടിലെ പരിശോധനയിൽ മദ്യവും 64,000 രൂപയുമാണ് പിടിച്ചെടുത്തത്. വാളയാറിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാനെന്ന പേരിൽ ജേഴ്സൺ പണം പിരിച്ചോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കാരണം നമ്മുടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്ന സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ TM ജേഴ്സൺ എന്ന RTO ഉദ്യോഗസ്ഥൻ വലിയ രീതിയിൽ ഒരു പണപ്പിരിവ് നടത്തി കൈക്കൂലി വാങ്ങിയിരുന്നു. മാത്രമല്ല, ഇയാളുടെ വീട്ടിലൊരു മിനി ബാർ ഉണ്ട് എന്നാണ് വിജിലൻസിൻ്റെ പരിശോധനയിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത്. എങ്ങനെയായിരുന്നു ഈ കൈക്കൂലി ഇടപാടുകൾ? ഇതിന് പിന്നിൽ ഏജന്റുമാരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഒരു ജേഴ്സൺ മാത്രമായിരിക്കുമോ കൈക്കൂലിക്കാരൻ? വലിയൊരു സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? എന്തായാലും വിജിലൻസിന്റെ അറസ്റ്റിലായ എറണാകുളം RTO ജേഴ്സൺ ചില്ലറക്കാരനല്ല. വീട്ടിൽ നോട്ട് കെട്ടുകളൊക്കെ ഈ റബ്ബർ ബാൻഡിൽ പൊതിഞ്ഞ് ചുരുട്ടിയ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിജിലൻസ് ഇന്നലെ രാത്രി തുടങ്ങിയ പരിശോധന ഏകദേശം 20 മണിക്കൂർ പിന്നിട്ട് ഇന്ന് രാവിലെയാണ് അവസാനിച്ചത്. അതിനുശേഷം ഉദ്യോഗസ്ഥർ പറഞ്ഞത് വരവിൽ കവിഞ്ഞ സ്വത്തുക്കൾ ജേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെയെങ്കിൽ അത് കൈക്കൂലി വാങ്ങിയതാണെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു പറയുന്നത്. ഒപ്പം വീട്ടിൽ 70-ലധികം മദ്യക്കുപ്പികൾ, 74ഓളം മദ്യക്കുപ്പികൾ, അതും വിദേശ മദ്യക്കുപ്പികളാണ് തോന്നുന്നു. ബിവറേജിൽ പോലും കാണാത്ത അത്ര വില കൂടിയ മദ്യക്കുപ്പികളാണ് ജേഴ്സന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. ഇതെല്ലാം കൈക്കൂലിയുടെ ഭാഗമായിട്ടൊക്കെ വാങ്ങിയതാണോ എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ വിജിലൻസ് കുറച്ച് നാളുകളായി ജേഴ്സന്റെ ഒരു നിരീക്ഷണ വലയത്തിലായിരുന്നു. ഈ ഫോർട്ട് കൊച്ചി ചെല്ലാനം റൂട്ടിലോടുന്ന ഒരു ബസ്, അതിന്റെ പെർമിറ്റ് അവസാനിച്ചിരുന്നു. അതിന് പിന്നീട് പെർമിറ്റിന് വേണ്ടി ജേഴ്സനെ ബന്ധപ്പെടുന്നു. പക്ഷെ ജേഴ്സൺ താൽക്കാലിക പെർമിറ്റ് ആയിരുന്നു കൊടുത്തത്. അതിന്റെ കാലാവധി അവസാനിക്കുമ്പോഴാണ് വീണ്ടും പുതുക്കി നൽകണമെന്ന് ഈ ബസ് ഉടമ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് ജേഴ്സൺ 2 ഇടനിലക്കാരെ വിട്ടതിന് ശേഷം പറയുന്നു കൈക്കൂലി കൊടുത്ത 5,000 രൂപയും ഒരു കുപ്പിയും കൊടുത്താൽ മാത്രമേ പെർമിറ്റിന് വീണ്ടും പുതുക്കി നൽകുകയുള്ളൂ എന്ന്. അങ്ങനെ ഇന്നലെ വൈകുന്നേരം 2 ഏജന്റുമാർ ഈ കൈക്കൂലി വാങ്ങുന്നതിന് വേണ്ടി എത്തിയതായിരുന്നു. പക്ഷേ ഈ ബസിന്റെ ഉടമ ഇത് വിജിലൻസിനെ അറിയിക്കുകയും വിജിലൻസ് ഇവരെ പിടികൂടുകയും ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലാണ് RTO ജേഴ്സന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പണം കൈപ്പറ്റിയതെന്ന് മനസ്സിലാകുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് ജേഴ്സനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. പിന്നീട് വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വില കൂടിയ മദ്യക്കുപ്പികളും ഈ നോട്ട് കെട്ടുകളും ഒക്കെ കണ്ടെത്തിയത്. ഒപ്പം ഈ പരിശോധനയിൽ നിന്ന് വ്യക്തമായത് നിരവധി രേഖകൾ, ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അതിശയം തോന്നുന്നുണ്ട്. കാരണം മുന്തിയിനം മദ്യക്കുപ്പികളാണ് വീട്ടിലെ ഈ റെയ്ഡിൽ വിജിലൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ മദ്യമെല്ലാം, അതായത് ഈ വിദേശ മദ്യമെല്ലാം അയാൾക്ക് കൈക്കൂലിയായി ലഭിച്ചതാണോ? അങ്ങനെയാണ് പോലീസ് സംശയിക്കുന്നത്. അത് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കുപ്പി, ഇത്രയും വില കൂടിയ മദ്യക്കുപ്പികളൊക്കെ എവിടെ നിന്ന് കണ്ടെത്തിയെന്ന് മനസ്സിലാകുകയുള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് വീട് ഒരു മുറി, ഒരു മിനി ബാറായിട്ട് തന്നെ തോന്നും. ഈ ബിവറേജിൽ പോലും ഇല്ലാത്ത പലതരത്തിലുള്ള കുപ്പികൾ, കാണാത്ത കുപ്പികളാണ്. അതും മുന്തിയ ഇനം നല്ല വില വരുന്ന കുപ്പികളാണ് ആ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തത്. ഇതെല്ലാം കൈക്കൂലിയായി കിട്ടിയതാണോ അതോ കൈക്കൂലി വാങ്ങിയ പൈസ കൊണ്ട് വാങ്ങിയതാണോ? അങ്ങനെ സംശയങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ഒപ്പം ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാനെന്ന പേരിലുമൊക്കെ ജേഴ്സൺ പല ആളുകളിൽ നിന്നുമൊക്കെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. ഈ ചെക്ക് പോസ്റ്റിലൊക്കെ പൈസ കൊടുത്താൽ മാത്രമേ സാധനം വിട്ടുകിട്ടു തരൂ എന്നൊക്കെ ഓരോരുത്തർക്ക് വാഗ്ദാനം നൽകി അവരിൽ നിന്നും പൈസ തട്ടിയെന്ന് പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ വലിയൊരു തട്ടിപ്പുകാരനായി അല്ലെങ്കിൽ വലിയൊരു അഴിമതിക്കാരനായി തന്നെ ഈ RTO ഉദ്യോഗസ്ഥൻ മാറി എന്നാണ് നമുക്ക്
മനസ്സിലാകുന്നത്. വൈകിട്ടോടുകൂടി തന്നെ അങ്ങനെയെങ്കിൽ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നില്ലേ? ഇത് എങ്ങനെയായിരുന്നു? എന്തിനു വേണ്ടിയാണ് ഈ കൈക്കൂലി വാങ്ങിയത്? ആരൊക്കെയാണ് ഈ കൈക്കൂലി പണം കൈപ്പറ്റിയിരുന്നത്? ഇതിന് പിന്നിൽ എങ്ങനെയാണ് ഈ ഏജന്റുമാരുടെ പ്രവർത്തന രീതി എങ്ങനെയാണ്? വിജിലൻസിന്റെ പരിശോധനയിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ഈ ജേഴ്സൺ വിജിലൻസ് നൽകിയിരിക്കുന്ന മൊഴി എങ്ങനെയാണ്? ടോമി, ഏജന്റുമാരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇവർക്ക് എന്താണ് ജോലി, ഇവരെങ്ങനെയാണ് ഈ RTOയുമായി ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ആളുകളിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നത്, അതെല്ലാം അന്വേഷണ പരിധിയിലാണ്. അത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഏജന്റുമാരെയും RTOനെയൊക്കെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇവർ തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ ജെയ്സന് വേണ്ടിയിട്ട് പണം പിരിക്കുന്നത് ഈ ഏജന്റുമാർ തന്നെയാണോ അതോ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ, അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ഇതിനെല്ലാം വരും മണിക്കൂറിൽ നമുക്ക് ഉത്തരം കണ്ടെത്താനും കഴിയും. ഇപ്പോൾ പിടിയിലായ രണ്ടുപേർ അവരുടെ വീട്ടിലൊക്കെ പരിശോധന നടത്തിയിട്ടുണ്ട്. അവരിലൊക്കെ ഈ പണം അവരിലുമൊക്കെ ഇത്തരത്തിലുള്ള എടുത്ത പണം അല്ലെങ്കിൽ ആളുകളിൽ നിന്നും പിരിച്ചെടുത്ത പണം ഉണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അവരുടെ വീട്ടിലും പരിശോധന നടത്തി. ഒപ്പം ഈ ജേഴ്സൺ ഒരുപാട് സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതായത് ഈ കിട്ടുന്ന ശമ്പളമല്ല, അതിൽ കൂടുതലുള്ള കാര്യങ്ങളൊക്കെ സ്വത്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘത്തിന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ കണ്ടുകിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതിലെല്ലാം ഒരു വിശദമായ പരിശോധന ആവശ്യമാണ്. അതിനു മുമ്പ് ഇന്ന് കോടതിയിൽ ഹാജരാക്കണം. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം അബ്കാരി ആക്ട് പ്രകാരമുള്ള കേസും ചുമത്തിയിട്ടുണ്ട്. കാരണം കയ്യിൽ കരുതാവുന്ന അളവിൽ കൂടുതലുള്ള മദ്യം കൈവശം വെച്ചതിനാണ് ആക്ട് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ ഇനി എന്താണ് കൂടുതൽ, ഈ എവിടെയൊക്കെയാണ് സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്, അതിൽ ഈ ഒരു ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന ഇവർ രണ്ടുപേരും മാത്രമാണോ, കൂടുതൽ ആളുകളൊക്കെ ഉണ്ട് എന്നതൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. വിജിലൻസ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറിൽ അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. RTO ഉദ്യോഗസ്ഥനാണ് കൈക്കൂലിയുമായി കഴിഞ്ഞ ദിവസം പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മുന്തിയ ഇനം വിദേശ മദ്യ കുപ്പികളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പിന്നിൽ വലിയൊരു സംഘം തന്നെ ഈ കൈക്കൂലിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജിലൻസ് പരിശോധിക്കുന്നതാണ്.